ഇവിടെ എത്ര പേരുണ്ട് ഇപ്പോ? 45 പേര്. ഓക്കെ. നിങ്ങളില് MSW ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്ന് കൈവക്കാവോ, റേസ് ചെയ്യാവോ? കുറെ ആളുകളുണ്ട് അല്ലേ? ശരി. നെറ്റ് എക്സാം ഇതിനു മുമ്പ് എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കാവോ? നെറ്റ് എക്സാം ഇതിനു മുമ്പ് എഴുതിയിട്ടുള്ള ആൾക്കാര്. ഓക്കെ. ഞാൻ കാണുന്നതനുസരിച്ച് ഒരു 13 പേര് കൈവക്കുന്നുണ്ട് നെറ്റ് എക്സാം ഇതിനു മുമ്പ് എഴുതിയിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവർക്ക് അവരുടെ നെറ്റ് എക്സാം എഴുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ? ശരി. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് മുമ്പ് ജനറൽ ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ പേര് സിബിൻ ആന്റണി MB, സിബിൻ ആന്റണി എം വർഗീസ്, സ്വദേശം എറണാകുളമാണ്. ഞാൻ MSW പഠിച്ചത് ഭാരതീയർ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂരിൽ നിന്നാണ്. 2009 ഞാൻ MSW കംപ്ലീറ്റ് ചെയ്തു. ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു യൂണിവേഴ്സിറ്റിയിലെ. 1ാം റാങ്ക് നേടി. എന്റെ കോളേജ് എനിക്ക് അവിടെ തന്നെ ലെക്ചറായിട്ട് ജോലി വന്നു. അപ്പൊ അടുത്ത പരിപാടി എന്താ? എത്രയും പെട്ടെന്ന് നെറ്റ് എഴുതി പാസ്സാകുക എന്നുള്ളതാണ് അല്ലെ? അപ്പൊ അങ്ങനെ ഞാൻ 2010 തന്നെ നെറ്റ് എക്സാം എഴുതാനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തു. ആദ്യമായിട്ട് ഞാൻ നെറ്റ് എക്സാം എഴുതി. പക്ഷെ നെറ്റ് എക്സാമിന് ഞാൻ സെന്റർ കൊടുത്തിരുന്ന എറണാകുളമായിരുന്നു. അപ്പൊ രാത്രി ട്രെയിൻ കയറി കോയമ്പത്തൂരിന് എറണാകുളത്തേക്ക് വന്നു. ഇവിടെ പക്ഷെ എത്തിയപ്പോ എനിക്ക് നല്ല ഉറക്കക്ഷീണമായിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. ആദ്യത്തെ എക്സാം അങ്ങനെ കുളമായിപ്പോയി. രണ്ടാമത്തെ എക്സാം ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പഠിച്ചെഴുതാൻ നോക്കി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. പിന്നെ 2012 ഞാൻ ആ നെറ്റ് എക്സാം പാസ്സാകുന്നത്. അപ്പൊ 2012 പ്രത്യേകത ആദ്യമായിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം വന്നു എന്നുള്ളതാണ്. 2011 എക്സാം എഴുതിയപ്പോൾ എനിക്ക് കിട്ടാതിരുന്നതിന് പ്രധാന കാരണം എനിക്ക് എഴുതി തീർന്നില്ല. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം ആയിരുന്നു അതുവഴി 2011 വരെ. അപ്പൊ 2012 ആദ്യമായിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം വന്നു. അപ്പോ ഞാൻ ചെറുപ്പം തൊട്ടേ ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. എനിക്ക് ക്വിസ് വളരെ താല്പര്യമുള്ള. അപ്പൊ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ് എനിക്ക് എളുപ്പം. ഡിസ്ക്രിപ്റ്റീവ് എഴുതാനായിട്ടുള്ള സ്പീഡ് ഇത്തിരി കുറവായതുകൊണ്ട് പറ്റുന്നില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഇപ്രാവശ്യത്തെ നെറ്റ് എക്സാം നന്നായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് തന്നെ എഴുതാൻ പോകുന്നു. അതിൽ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് എക്സാമിന്റെ സിലബസ് മൊത്തം എടുത്ത് നോക്കി. സിലബസ് എടുത്ത് നോക്കി. അപ്പൊ അതിനു മുമ്പ് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ തോന്നി. അങ്ങനെ സിലബസ് മൊത്തം എടുത്തിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും ഞാൻ രണ്ടായിട്ട് തിരിച്ചു. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ. അവിടെയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം. എന്തിനാണ് ഈ നെറ്റ് എക്സാം? നമുക്ക് എന്തിനാണ് ഗവൺമെന്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തുന്നത്? നമ്മൾ പല യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചു വരുന്ന ആളുകൾ പല രീതിയിലാണ് പഠിക്കുന്നത്. സിലബസിൽ എല്ലാ സിലബസും ഒരുപോലെയല്ല. ഒരു സിലബസിലുള്ള കാര്യങ്ങൾ മറ്റു സിലബസിൽ ഇല്ലാതിരിക്കും. അപ്പോ ഒരു പർട്ടിക്കുലർ സ്ട്രീം പഠിച്ചു വരുന്ന വിദ്യാർത്ഥി ഒരു ലെക്ചറർ ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റിസർച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് ആ സ്ട്രീമിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു എക്സാം ആണ് ഈ പറയുന്ന നെറ്റ് എക്സാം. അപ്പൊ അതില് നമ്മളുടെ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നെറ്റ് എക്സാമിന്റെ സിലബസിൽ കണ്ടേക്കാം. ഇതാണ് സിലബസ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അങ്ങനെ അന്നോട്ട് പതിയെ ഈ സിലബസിലെ ഓരോ കാര്യങ്ങൾ, ഓരോ കൺസെപ്റ്റ് എടുത്തു വെച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഓക്കെ. അപ്പൊ അതില് റിസർച്ചിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ റിസർച്ചിന്റെ കുറെ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിച്ചു. പിന്നെ നമുക്ക് ഓരോ ഇഗ്നോയുടെ നിങ്ങളിപ്പോ ഇഗ്നോയിൽ പഠിക്കുന്ന ആൾക്കാരാണ് കൂടുതലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇഗ്നോയുടെ സിലബസ് ആണ് പ്രധാനമായും നെറ്റ് എക്സാമിനെ ബേസ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇഗ്നോയുടെ സിലബസ് റെഫർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നെറ്റ് എക്സാം എഴുതി. 2012 ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു. കാരണം അവർ കട്ട് ഓഫ് മാർക്ക് ഭയങ്കരമായിട്ട് കൂട്ടി. 65 മുകളിലായിട്ട് കട്ട് ഓഫ് മാർക്ക് കൂട്ടിയിട്ട് ആർക്കും തന്നെ നെറ്റ് കിട്ടിയില്ല ആ സമയത്ത്. കുറെ പേര് കേസിന് പോയി. പക്ഷെ ആ സമയത്ത് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കട്ട് ഓഫ് മാർക്കിന്റെ മുകളിൽ വന്ന് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ എനിക്ക് പറ്റി. എനിക്ക് സത്യം പറഞ്ഞാൽ JRF ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പ്രായം കടന്നുപോയായിരുന്നു. 28 വയസ്സ് കടന്നുപോയിരുന്നുകൊണ്ട് എനിക്ക് JRF കിട്ടിയില്ല. നെറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. ഇതാണ് നെറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം 2012 ശേഷം ഒരു 11 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു PSC പരീക്ഷ എഴുതുന്നത്. അത് HSST സോഷ്യൽ വർക്ക് എക്സാം ആണ്. അപ്പൊ എനിക്ക് പ്രായം 39 വയസ്സാണ്. ഞാൻ എഴുതിയ ഫസ്റ്റ് പരീക്ഷയിൽ എനിക്ക് സ്റ്റേറ്റിൽ 1ാം റാങ്ക് കിട്ടി.
അപ്പൊ ഇതാണ് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കാനുള്ള എന്റെ ക്വാളിഫിക്കേഷൻ. ആദ്യത്തെ ഒബ്ജക്റ്റീവ് ടൈപ്പ് നെറ്റ് എക്സാം ജയിച്ചു. ആദ്യമായി എഴുതിയ PSC പരീക്ഷയിൽ സ്റ്റേറ്റ് വൈഡ് ഗസ്റ്റഡ് പോസ്റ്റിൽ 1ാം റാങ്ക് മേടിച്ച് ഇപ്പൊ സർവീസിൽ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിരിക്കും നിങ്ങളോട് പറയാനുള്ള കാര്യം, എങ്ങനെ നമ്മൾ നെറ്റ് എക്സാമിനെ ഫേസ് ചെയ്യണം. ആദ്യം പറഞ്ഞ പോലെ തന്നെ സിലബസ് മൊത്തം കവർ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നെറ്റ് എക്സാമിന് ഇപ്രാവശ്യം ചോദിച്ച ഒരു ചോദ്യം അടുത്ത പ്രാവശ്യം അവർ ആവർത്തിക്കില്ല. പക്ഷെ ഇപ്രാവശ്യം ചോദിച്ച അതേ ഏരിയയിൽ നിന്ന് അടുത്ത പ്രാവശ്യം ഒരു ചോദ്യം ഉണ്ടാവും, പക്ഷെ മറ്റൊരു ചോദ്യമായിരിക്കും. അതുമാത്രമല്ല, ഇന്നൊരു പുസ്തകത്തിൽ ഇന്ന ആള് ഇങ്ങനെ 3 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഈ 3 ഉള്ളതിൽ ഏതാണ് ഈ 3 കാര്യത്തിൽ അല്ലാത്തത് എന്നായിരിക്കും ചോദ്യം വരുന്നത്. ഈ ലെവലാണ് നെറ്റ് എക്സാമിന് ചോദ്യം വരുന്ന ഒരു പാറ്റേൺ. അല്ലെങ്കിൽ ഇതിന്റെ റീസൺ ആണിത്, അത് റീസൺ ശരിയാണോ എന്നുള്ള ചോദ്യങ്ങൾ, റീസണിങ് ക്വസ്റ്റ്യൻസും വരാം. റിസർച്ചിനെ കുറിച്ചുള്ള ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് എന്താ ഉള്ളത്, നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ മോസ്റ്റ് പോസിബിൾ ഓപ്ഷൻ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഉത്തരമായി. അത് നമുക്ക് വേറെ രീതിയിലും നോക്കാം. എന്താ ലീസ്റ്റ് പോസിബിൾ ആൻസറുകൾ ഒന്നൊന്നായിട്ട് മാറ്റിക്കൊണ്ടുവരാം. 4 ഓപ്ഷനിൽ ലീസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആദ്യം മാറ്റുക, ബാക്കി 3 നിന്ന് ലീസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ആൻസർ മാറ്റുക, അടുത്ത 2 നിന്ന് ലീസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ആൻസർ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്നതായിരിക്കും ഉത്തരം. നമ്മൾ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ഡിഡക്റ്റീവ് റീസണിങ്ങും ലോജിക്കൽ റീസണിങ്ങും ആണ് നമുക്ക് ഏത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ടെക്നിക്ക്. അപ്പോൾ കാൽക്കുലേറ്റഡ് ഗസ്സിംഗ് നടത്താനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് എക്സാം പാസ്സാകാൻ വളരെ എളുപ്പമായിരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ക്വിസ് മാസ്റ്റർ ആണ്. ഞാൻ വളരെയധികം ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് വന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ലോജിക്കൽ റീസണിങ്, ഈ കാൽക്കുലേറ്റഡ് ഗസ്സിംഗ്, പിന്നെ ഒരു ഗട്ട് ഫീലിംഗ് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് വളരെ നാച്ചുറൽ ആയിട്ട് കിട്ടും. നിങ്ങൾ ആദ്യം നെറ്റ് എക്സാം എഴുതാനായിട്ട് നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ട സ്കില്ല് അതാണ്, ഒരു ഗട്ട് ഫീലിംഗ്. അതായത് നിങ്ങൾക്ക് കാൽക്കുലേറ്റഡ് ഗസ് നടത്താനുള്ള ഒരു കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. വളരെ എളുപ്പമാണ്, പക്ഷെ നല്ല പ്രാക്ടീസ് വേണം. അപ്പോൾ കാൽക്കുലേറ്റഡ് ഗസ്സിംഗ് നമ്മൾ നടത്തണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് വേണം. ഗസ് ചെയ്യാനായിട്ടുള്ള കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയ ഇൻഫർമേഷൻസ് നമ്മൾക്ക് വേണം. അതാണ് പറഞ്ഞത്, കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യാൻ പറ്റണം. സാധാരണ നെറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നു, നമുക്കറിയാവുന്ന ഏരിയാസ് എല്ലാം പഠിക്കുന്നു, പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ഏരിയയും കവർ ചെയ്ത് പോകാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഏരിയയിൽ നിന്ന് വരുന്ന പുതിയ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ കാൽക്കുലേറ്റഡ് ഗസ്സിംഗ് നടത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കുഴപ്പം. ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും, നെറ്റും ഒരു എക്സെപ്ഷൻ ഇല്ല അവിടെ. ഏത് കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ എഴുതാനും പോയാലും ലെസ് ദാൻ 50% ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾ എത്ര തലകുത്തി നിന്ന് പ്രിപ്പയർ ചെയ്താലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആൻസർ അറിയാവുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റഡ് ഗസ്സിംഗ് നടത്തേണ്ടതാണ്. അപ്പൊ ഈ കാൽക്കുലേറ്റഡ് ഗസ്സിംഗ് നടത്താനായി നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ, ഈ കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്തിരിക്കണം. ഇനി ആ കവർ ചെയ്തിരിക്കുന്ന സിലബസിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇൻഫോർമേഷൻസ് വെച്ച് വേണം നമുക്ക് കാൽക്കുലേറ്റഡ് ഗസ്സിംഗ് നടത്താൻ. അതിൽ ഏറ്റവും നന്നായിട്ട് കാൽക്കുലേറ്റഡ് ഗസ്സിംഗ് നടത്തുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന JRF പോകുന്ന ആളുകൾ. ഒരു ആവറേജ് ലെവലിൽ കാൽക്കുലേറ്റഡ് ഗസ് നടത്തുന്ന ആൾക്കാരാണ് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ. അപ്പൊ അതിന് നമുക്ക് സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവസരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്ക് കിട്ടേണ്ട കറക്റ്റ് ഇൻഫോർമേഷൻസ് കൃത്യമായി ക്ലാസിഫൈ ചെയ്ത് അത് നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത ആളുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നു. നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകൾ ഇതുപോലെ ഇൻഫോർമേഷൻസ് ക്ലാസിഫൈ ചെയ്ത് അതിൽ പ്രധാനപ്പെട്ട രീതിയിൽ ക്രോഡീകരിച്ച് നമ്മുടെ മുമ്പിലേക്ക് തരിക. അതിന് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആരെയും നെറ്റ് പാസ്സാക്കി എടുക്കാൻ പറ്റില്ല. പക്ഷേ നെറ്റ് പാസ്സാകാനായിട്ട് വളരെയധികം ആഗ്രഹത്തോടെയും പരിശ്രമത്തോടെയും മുന്നോട്ട് വരുന്ന ആളുകളെ ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കാൻ നമുക്ക് പറ്റും. സോഷ്യൽ പറയുന്ന കാര്യമാണല്ലോ, ഹെൽപ്പിംഗ് അതേഴ്സ് ടു ഹെൽപ്പ് ദംസെൽസ് പറയുന്നത്. അത് തന്നെ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ ആളുകളുടെ റിസോഴ്സുകൾ നമ്മൾ ഉപയോഗിക്കുകയാണ്. അതായത് നെറ്റ് പാസ്സായ ആളുകൾ, നെറ്റ് എക്സാം ക്ലിയർ ആയിട്ട് ക്രാക്ക് ചെയ്യണമെന്ന് അറിയാവുന്ന ആളുകൾ നിങ്ങളെ ഗൈഡ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ നല്ല റിസർച്ച് സ്കോളേഴ്സ് നമുക്കുണ്ട്. അവര് സോഷ്യൽ വർക്കിന്റെ കോർ സിലബസ് കൃത്യമായി വിശകലനം ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷൻ മുന്നോട്ട് വെക്കുന്നത്.
അതായത് എക്സ്പേർട്ടുകൾ വന്ന് അവര് ഓരോ വിഷയത്തിലും ഓരോ വിഷയത്തിലും അവർ കൃത്യമായിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സിലബസുകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഗൈഡൻസ് തരും. ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ടെക്നിക്ക് ഉണ്ടല്ലോ, കാൽക്കുലേറ്റ് ഗസിന്റെ ടെക്നിക്ക്, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം ഇൻഫർമേഷൻ ഉണ്ടാക്കുക, പിന്നെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളും ആകുമ്പോഴേക്കും നെറ്റിന്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയി. അതിൽ ജനറൽ പേപ്പറിനുള്ള കുറച്ച് കാര്യങ്ങളും നമുക്ക് അതിൻ്റെ ഇടയിൽ ഡിസ്കസ് ചെയ്ത് പോവാം. പക്ഷേ നമ്മുടെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇൻഫർമേഷൻസ് ആയിരിക്കും നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇത്രയാണ് എനിക്ക് ഇൻട്രൊഡക്ടറി ആയിട്ട് പറയാനുള്ളത്. ഇനി ഈ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എല്ലാം രാഹുൽ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പാരഫ്രൈസ് ചെയ്ത് പറയുന്നു. നമുക്ക് നെറ്റിന്റെ സിലബസ് എടുത്ത് വെച്ചിട്ട് അതിൽ വരുന്ന എല്ലാ കൺസെപ്റ്റുകളും കൃത്യമായി മനസ്സിലാക്കി വെറുതെ പഠിച്ചാൽ മാത്രം പോരാ. നമ്മളുടെ പഠിച്ചതിൽ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു, പക്ഷെ ഇത് അങ്ങാടി വരുന്നതാണോ പച്ച വരുന്നതാണോ എന്ന് പഠിച്ചിട്ടില്ല. ഇത് എവിടെ പ്രയോഗിക്കണമെന്നോ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നോ ഇതിന്റെ കണക്ഷൻ എന്താണെന്നോ നമ്മൾ പഠിച്ചിട്ടില്ല. അവിടെയാണ് നെറ്റ് പോലുള്ള എക്സാമുകൾ നമ്മളെ കുഴയ്ക്കുന്നത്. നമ്മൾ കണപ്പടം പഠിച്ച് ചിലപ്പോൾ റാങ്ക് മേടിച്ചിട്ടുണ്ടാവും, നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇതിന്റെ അപ്പുറത്തേക്ക് ഇത് തമ്മിലുള്ള കണക്ഷനും ഇത് എവിടെ ഉപയോഗിക്കണമെന്നും ഇതിന്റെ റെലവൻസ് എന്താണെന്നും കൂടി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നെറ്റ് പോലുള്ള എക്സാമ്പിൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റൂ. അപ്പൊ അത് ഞാൻ ആദ്യം പറയുന്നു, സിലബസ് നമ്മൾ എല്ലാ കൺസെപ്റ്റുകളായിട്ട് ക്ലാരിഫൈ ചെയ്യുക, അത് ക്ലിയർ ആക്കുക. കൺസെപ്റ്റ് ക്ലാരിറ്റി നമുക്ക് ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, എക്സാം എഴുതാൻ പഠിക്കും. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമുകൾ എഴുതണമെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി അഗാധത്തിലുള്ള നോളജ് വേണം എന്നുള്ളതാണ് സത്യം. വെറുതെ പെരിഫറൽ നോളജ് കൊണ്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം എഴുതാൻ പറ്റത്തില്ല. പെരിഫറൽ നോളജ് കൊണ്ട് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം എഴുതാൻ പറ്റും. പക്ഷെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം എഴുതണമെങ്കിൽ കുറച്ചും കൂടി അഗാധത്തിലുള്ള നോളജ് വേണം. പിന്നെ കാൽക്കുലേറ്റഡ് ഗസ്സിംഗ്, സിസ്റ്റമാറ്റിക് ഡിഡക്ഷൻ, ഈ രണ്ട് സ്കില്ലുകൾ നമ്മൾ ഉണ്ടാക്കിയേ പറ്റും. 4 ഓപ്ഷനിൽ നിന്ന് എങ്ങനെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റ് ഓപ്ഷനിലേക്ക് പോകാം. അതത്ര എളുപ്പമല്ല, കാരണം ഈ 4 ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും. ചില സമയങ്ങളിൽ ഇങ്ങനെയും സംഭവിക്കാം, നമ്മൾ വിചാരിക്കുന്ന ലോജിക്കലായിട്ട് നമ്മൾ കോമൺ സെൻസ് കൊണ്ട് വിചാരിക്കുന്ന ഉത്തരമായിരിക്കില്ല ചിലപ്പോൾ യഥാർത്ഥ ഉത്തരം. കാരണം ഇന്നൊരു പുസ്തകത്തിൽ ഇന്നൊരു വ്യക്തി ഇങ്ങനെ ഒരു പോയിന്റാണ് തന്നേക്കുന്നത്, ഇതിനേക്കാളും ലോജിക്കലായിട്ടുള്ള വേറെ പോയിന്റ് തന്നിട്ട് അവർ ഓപ്ഷൻസ് തരും. അപ്പൊ എന്ത് പറ്റും? ഉത്തരം തെറ്റിപ്പോ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങും എക്സാമിന് വേണ്ടിയുള്ള നോളജ് ബേസ്ഡ് ബിൽഡിങ്ങുമാണ് നമ്മുടെ ഈ കോഴ്സ് നടക്കാൻ പോകുന്നത്. ഇത്രയാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ രാഹുൽ പറയും. രാഹുൽ, ഓവർ ടു യു. യു മേ പ്രൊസീഡ് ഫ്രം ഹിയർ ഓൺ. താങ്ക് യു. അപ്പോ നമ്മുടെ നെറ്റിനെ കുറിച്ച് ഓവറോൾ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ സിബിൻ സാർ തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നെറ്റ് അതിന്റെ ഒരു നേച്ചർ എങ്ങനെയാണ്, അത് എങ്ങനെയൊക്കെ നമുക്ക് അതിന്റെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയേണ്ടത്, ഒരു 13-12ഓളം പേര് നെറ്റ് ലാസ്റ്റ് തവണ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അതിൽ നെറ്റ് ക്രാക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഈ കൂട്ടത്തിലെ നെറ്റ് ഓൾറെഡി ക്രാക്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയാവോ? ഓക്കെ. സോ അപ്പോ നമുക്ക് നെറ്റിനെ കുറിച്ച് നെറ്റിനെ കുറിച്ച് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്കറിയാം UGCക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നാഷണൽ ലെവലിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെങ്കിൽ ഒരു കോളേജിൽ PGക്ക് ശേഷം ഒരു കോളേജ് പ്രൊഫസർ ആവാനായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് UGC നെറ്റ് എന്ന് പറയും, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയും. ഇത് UGCക്ക് വേണ്ടിയിട്ട് NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ് ഈ എക്സാം നടത്തുന്നത്. നമ്മുടെ രാജ്യത്തുള്ള ഒട്ടുമിക്ക കോമ്പറ്റേറ്റീവ് എക്സാം നടത്തുന്നത് NTA ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തെ ടഫസ്റ്റ് ഒരു 10 എക്സാം എടുത്തു കഴിഞ്ഞാൽ, ടഫസ്റ്റ് 10 എക്സാം ഇൻ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ അതിൽ 8ാം സ്ഥാനമാണ് UGC നെറ്റ് എക്സാമിനുള്ളത്. ഏറ്റവും ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് സിവിൽ സർവീസ് ആണ്. അപ്പൊ ആ ഒരു പടിയിൽ നിന്ന് വന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കും 8ാം സ്ഥാനമാണ് നെറ്റ് എക്സാമിനുള്ളത്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇപ്പൊ ഒരു നെറ്റ് എക്സാമിന്റെ ഒരു ക്രൈറ്റീരിയ, അതല്ലാന്നുണ്ടെങ്കിൽ ആർക്കൊക്കെയാണ് JRF കിട്ടുന്നത്, ആർക്കൊക്കെയാണ് നെറ്റ് കിട്ടുന്നത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, നെറ്റ് എക്സാം എഴുതുന്ന അല്ലെങ്കിൽ അപ്പിയർ ചെയ്യുന്ന ടോട്ടൽ പെർസെന്റേജ് എടുത്തിട്ട് അതിൽ 6% ആളുകൾക്കാണ് നെറ്റ് കൊടുക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം എന്താണ് ഇതിന്റെ കട്ട് ഓഫിന്റെ മാനദണ്ഡം, അല്ലെങ്കിൽ ഇതിന്റെ പെർസെന്റേജ് എന്തൊക്കെയാണ് നമുക്ക് ഡൗട്ട് ഉണ്ടാവും. ചിലപ്പോൾ അറിയാമായിരിക്കും നിങ്ങൾക്ക്, എന്നാലും ബേസിക് ആയിട്ടൊന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇപ്പൊ 100 പേര് നെറ്റ് എക്സാം അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിൽ നിന്ന് 100 പേര് നെറ്റ് എക്സാം അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 6 പേർക്കായിരിക്കും ഏറ്റവും ടോപ്പസ്റ്റ് മാർക്ക് നേടി 100 പേരിൽ ഏറ്റവും ഹയസ്റ്റിൽ ലീസ്റ്റ് മാർക്ക് മേടിച്ചിട്ടുള്ള 6ാമത്തെ പൊസിഷൻ ആരാണോ ആ 6ാമത്തെ ആൾ തൊട്ട് മേലോട്ട് 6 പേർക്കായിരിക്കും നെറ്റ് കൊടുക്കുന്നത്. ആ 6 പേരിൽ തന്നെ ടോപ്പ് വന്നിട്ടുള്ള ഒരാൾക്കാണ് JRF കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് നെറ്റിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ടോട്ടൽ എഴുതുന്ന 100% നിന്ന് 6% പേർക്ക് നെറ്റ് കൊടുക്കുന്നു, അതിൽ ഒരാൾക്ക് എന്താ പറയാ JRF കൊടുക്കുന്നു. അപ്പൊ അത് 1000-ലാണെന്നുണ്ടെങ്കിൽ 1000 പേര് എടുത്തു കഴിഞ്ഞാൽ 60 പേർക്ക് നെറ്റും അതുപോലെ തന്നെ 10 പേർക്ക് JRF. അതാണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നെറ്റ് എക്സാം വർഷത്തിൽ 2 തവണയാണ് നടത്തപ്പെടുന്നത്. 2 സർക്കിൾ ആണെന്നാണ് നമ്മൾ പറയുന്നത്. ജൂൺ സർക്കിളും ഉണ്ട്, അതുപോലെ തന്നെ ഡിസംബർ സർക്കിളും ഉണ്ട്. ഇപ്പൊ ഒരു റീസെന്റ് ആയിട്ട് ഒരു ചേഞ്ച് കുറച്ച് നാൾക്ക് മുമ്പ്, അതായത് കഴിഞ്ഞ വർഷത്തിന് മുമ്പ് സെക്കൻഡ് ലാസ്റ്റ് നെറ്റ് എക്സാമിന് മുമ്പ് വരെ 2 പാർട്ടായിട്ടായിരുന്നു, അല്ലെങ്കിൽ രണ്ട് കാറ്റഗറി ആയിട്ടായിരുന്നു നെറ്റ് ഉണ്ടായിരുന്നത്. ഒന്ന് JRF നെറ്റ് എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ഡിസംബർ ഓൺവേർഡ്സ്, ജൂൺ ഓൺവേർഡ്സ് അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യപ്പെട്ടു, PhD ക്വാളിഫിക്കേഷൻ എന്ന് പറയും. ഇനി അതെന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമാണ് ഇതേപോലെ PhDക്ക് നമ്മുടെ UGC അംഗീകൃതമായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ സർവകലാശാലയിൽ PhD പ്രവേശനത്തിനുള്ള ഒരു ഏകീകൃതമായിട്ടുള്ള സിംഗിൾ വിൻഡോ മാനദണ്ഡം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് പ്രകാരമായിട്ടാണ് PhD ക്വാളിഫിക്കേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റും അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ കൂടെ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് JRF ക്വാളിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാൾ JRF അപ്ലൈ ചെയ്യാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സ് വരെയാണ്. അത് ജനറൽ കാറ്റഗറി. പിന്നീട് റിസർവേഷൻ ഉള്ള SC ST അതുപോലുള്ള OBC അതുപോലുള്ള റിസർവേഡ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 5 വർഷത്തെ എക്സംഷൻ കൂടി ഉണ്ട്. അപ്പൊ 35 വയസ്സാണ് ടോട്ടൽ. ഒന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ 35 വയസ്സ് വരെയാണ് മാക്സിമം നമുക്ക് JRFന് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. നെറ്റിനും PhDക്കും ഏജ് ലിമിറ്റ് ഇല്ല. നമുക്ക് നോ ഏജ് ലിമിറ്റ് ആണ്. ഏത് വയസ്സുള്ളവർക്കും നെറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതാണ് ഇതിന്റെ ബേസിക് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എലിജിബിലിറ്റി അല്ലെങ്കിൽ ക്രൈറ്റീരിയ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ല, അതിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ ടോട്ടൽ മാർക്കാണ്. ടോട്ടൽ 300 മാർക്കാണ് നെറ്റ് എക്സാം നടത്തുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ പറയുന്നത് 300 മാർക്കിലാണ്. അതായത് ഫസ്റ്റ് പേപ്പർ, സെക്കൻഡ് പേപ്പർ. ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ജനറൽ പേപ്പർ ആണ്. ടോട്ടൽ 300 മാർക്ക് ആണെന്നുണ്ടെങ്കിലും 150 ക്വസ്റ്റ്യൻ ഉണ്ടാകത്തുള്ളൂ. ടോട്ടൽ 300 മാർക്കാണ്, പക്ഷെ 150 ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വീതമാണ്. ഇതിനകത്ത് നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പൊ ഫസ്റ്റ് പേപ്പറിന് 50 ക്വസ്റ്റ്യനും സെക്കൻഡ് പേപ്പറിന് 100 ക്വസ്റ്റ്യനും ആണുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു മാർക്കിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജനറലൈസ്ഡ് ചെയ്ത് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് JRFന്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ജനറൽ കാറ്റഗറി പെടുന്ന അല്ലെങ്കിൽ ജനറൽ വിഭാഗത്തിൽ പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ JRF കിട്ടാനായിട്ടുള്ള അല്ലെങ്കിൽ JRFന് വേണ്ടിയിട്ട് ആ ആള് നേടേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഒരു 210 ആണ്. 300-ൽ 210 മാർക്കാണ് JRF ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് കിട്ടേണ്ടത്. ഇത് ടെൻഡേറ്റീവ് ആണ്, പക്ഷെ നമുക്കൊന്ന് ക്രോഡീകരിച്ച് പറയാം. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എക്സാം. ചില സമയത്ത് എന്താ, ഏത് സർക്കിൾ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ചിരിക്കും. ചില സമയത്താണെങ്കിൽ എക്സാം നല്ല സിമ്പിൾ ആയിരിക്കും. നല്ല സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം കട്ട് ഓഫ് പോകും. അങ്ങനെ ഏറ്റവും മാക്സിമം കട്ട് ഓഫ് പോയിട്ടുള്ള ഒരു കട്ട് ഓഫ് ആണ് 210 എന്ന് പറയുന്നത്, 210 എന്ന് പറയുന്നത്. എത്ര സിമ്പിൾ ആയിരുന്നാലും 210-ന് മുകളിൽ ഒരു കട്ട് ഓഫ് ജനറൽ കാറ്റഗറിക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. 210 വരെയാണ് റീസെന്റ് ആയിട്ടുള്ള ഒരു 10 വർഷത്തെ ട്രെൻഡ് എടുത്താൽ പോയിട്ടുള്ളത്. ഇനി എക്സാം ഇച്ചിരി സിമ്പിൾ ആണ് അല്ലെങ്കിൽ നല്ല ടഫ് ആണ്, അങ്ങനെ പോയാലും ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 190-200 റേഞ്ചിലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ജനറൽ കാറ്റഗറിയുടെ കാര്യം ഇത്രയുമാണ്. ഇനി ഒരു OBC കാറ്റഗറി ഉള്ള ഒരാൾക്കാണ് JRF നോക്കണമെന്നുണ്ടെങ്കിൽ എക്സാം നല്ല ടഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 180. ഇപ്പോഴത്തെ നമ്മുടെ ഈ ലാസ്റ്റ് എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് JRFന് 180 ആയിരുന്നു. നെറ്റിലോട്ട് വരുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ കുറയും. നെറ്റിലോട്ട് വരുമ്പോഴത്തേക്കും അതൊരു 164 to 172 റേഞ്ചിലായിരിക്കും നിൽക്കുന്നത്. ഈ കഴിഞ്ഞ തവണത്തെ JRFന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്, ജനറൽ കാറ്റഗറിയുടെ നെറ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 180 ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ വരുന്നത്. പിന്നെ SC ST കാറ്റഗറിക്ക് ആണെങ്കിൽ പിന്നെയും കുറച്ചുകൂടി ഇതിൽ നിന്നൊക്കെ ഒരു 10 മാർക്കിന്റെ ഒരു കുറച്ചും കൂടെ ഇതുണ്ടാവും, മീൻസ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത്രയുമാണ് ഒരു കട്ട് ഓഫ്. അപ്പൊ ജനറൽ കാറ്റഗറി പെടുന്ന അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ വരുന്ന ഒരാൾക്ക് JRF സോഷ്യൽ വർക്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മാക്സിമം ഒരു 200-നും 210-നും ഇടയിലുള്ള ഒരു മാർക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയാണ് അതിന്റെ ഒരു മാർക്കിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേ 3 കാറ്റഗറി. ഇനി PhDയുടെ കാറ്റഗറി പറയാം. ഇപ്പൊ നമ്മൾ എല്ലാവരും തന്നെ PG കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രീം ജോബാണ്, അല്ലെങ്കിൽ എന്താ ഒരു നല്ലൊരു വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്നതാണ് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ജോബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കോളേജ് ഫാക്കൽറ്റി എന്ന് പറയുന്നത്.
ഈ കോളേജ് ഫാക്കൽറ്റി ആവാനായിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള മിനിമം ക്രൈറ്റീരിയ ആണ് നെറ്റ് എന്ന് പറയുന്നത്. ഇനി നെറ്റ് വളരെ മാൻഡേറ്ററിയും കൂടെ ആവും. നെറ്റ് മാത്രമല്ല PhD കുറച്ചുകൂടെ കഴിയുമ്പോൾ മാൻഡേറ്ററി ആകും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം 4 ഇയർ കോഴ്സാണ് ഡിഗ്രിക്ക് വരുന്നത്. അപ്പൊ എന്താ ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത്, തേർഡ് ഇയർ കഴിഞ്ഞാൽ 4 ഇയർ എന്ന് പറയുന്നത് അഫ്കോഴ്സ് അത് ഫുൾ ആയിട്ടും റിസർച്ച് ആണ്. അപ്പൊ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു റിസർച്ചിലേക്ക് ഗൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉള്ള PhD ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ഫാക്കൽറ്റി അവിടെ മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം. അതും കൂടെ ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെയും കൂടെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് UGC ഇങ്ങനെ ഒരു ഓപ്ഷൻ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. മിക്ക സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അവരുടെ എൻട്രൻസ് നടത്തുന്നുണ്ട്. ഇപ്പോഴും എൻട്രൻസ് വാലിഡ് തന്നെയാണ്. പക്ഷെ അത് എത്രത്തോളം ഒരു നാഷണൽ ലെവലിൽ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്ക് അവരുടെ അധികാരമാണ്, ഓട്ടോണമസ് അധികാരമാണ് എങ്ങനെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യണമെന്നുള്ളത്. പക്ഷെ അപ്പോഴും ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്കീമിനായിട്ടുള്ള വരുന്നില്ല. ആ ഒരു നിലവാരം, ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നെറ്റ് എക്സാമിന്റെ സ്കോറിനെ ബേസ് ചെയ്തുകൊണ്ട് PhD ക്വാളിഫിക്കേഷൻ വരാനായിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നെറ്റ് എക്സാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. കുറച്ച് നാൾക്ക് മുമ്പ് നിങ്ങൾ ന്യൂസ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മളെ മിസ്ഗൈഡ് ചെയ്യുന്ന കുറച്ച് ലീഡ്സ് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തൊട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ നെറ്റ് ബാധകമല്ല, നെറ്റ് ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ സോഷ്യൽ വർക്കിനോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസോ സംബന്ധിച്ചല്ലായിരുന്നു. പകരം എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ വേറൊരു ടോപ്പിക്, വേറൊരു സബ്ജക്റ്റിനും ആയിരുന്നു നെറ്റ്. എംടെക്കിനും എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതോ ഒരു സബ്ജക്റ്റിനും ആയിരുന്നു നെറ്റ് ആവശ്യമില്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാം എന്നൊരു ക്വാളിഫിക്കേഷൻ വന്നു. സ്റ്റിൽ ഇപ്പോഴും UGC അതിനുശേഷം അതിന്റെ റെഗുലേഷൻസും ഗൈഡ് ലൈൻസും ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും സ്റ്റിൽ നെറ്റ് എന്ന് പറയുന്നത് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ആണ്, ഹയർ ക്വാളിഫിക്കേഷൻ അല്ല, ബേസിക് ക്വാളിഫിക്കേഷൻ ആണ്. ഇവിടെയാണ് നെറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം നമ്മുടെ ഒരു വിചാരം എന്താ, നെറ്റ് പഠിച്ചാൽ അല്ല എന്നുണ്ടെങ്കിൽ ഒരു നെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുക മാത്രമല്ല നമുക്ക് ഓപ്ഷൻ ഉള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ JRF കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എവിടെ വേണമെങ്കിലും ഫെലോഷിപ്പോട് കൂടി നമുക്ക് PhD ചെയ്യാം. ഫെലോഷിപ്പിന് എമൗണ്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഫസ്റ്റ് JRF ആണ്. ഇപ്പൊ നെറ്റ് നമുക്കൊരു JRF കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷം നമുക്ക് കിട്ടുന്നത് JRF ആയിരിക്കും. JRFന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ നിയർലി 36 ആണ്. ഒരു പെർ മന്ത് നമുക്ക് 36,000 rupees ആണ് ഫെലോഷിപ്പ് ആയിട്ട് ഗവൺമെന്റ് കിട്ടുന്നത്. 2 വർഷത്തിന് ശേഷം നമുക്കത് SRF ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്താവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയർലി അതൊരു 46-42 കൂടി വരും. ഇതിന്റെയൊക്കെ കണ്ടീജൻസി ഉണ്ട്. കണ്ടീജൻസി ഒക്കെ വരുമ്പോൾ തന്നെ നിയർലി അതൊരു 50K വരും. അതായത് പെർ മന്ത് ഒരു 51,000 ഒക്കെയാണ് ഇപ്പൊ നമ്മുടെ സ്കോളേഴ്സിനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഫെലോഷിപ്പിന്റെ കാര്യം, അല്ലെങ്കിൽ അതിന്റെ ഒരു എമൗണ്ട് പറയാനായിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് JRF കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഫെലോഷിപ്പോട് കൂടിയിട്ട് നമുക്ക് PhD ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നെറ്റ് ആണ്. നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ മാത്രമല്ല നെറ്റ് നമ്മെ സഹായിക്കുന്നത്. പക്ഷെ ഇപ്പൊ അതിന് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യം, നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആകാം എന്ന് മാത്രമാണ്. പക്ഷെ അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ മാത്രമാണ് നെറ്റ്. നെറ്റ് എന്ന് പറയുന്ന ഒരാൾക്ക് നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം ആ സബ്ജക്റ്റിൽ അദ്ദേഹത്തിന് എക്സ്പേർട്ട് ആയിട്ടുള്ള നോളജ് ഉണ്ട്, സബ്ജക്ട് നോളജിൽ എക്സ്പേർട്ട് ആണ് എന്നാണ് നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അർത്ഥം. അപ്പൊ ഇത് പ്രകാരം റീസെന്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള പബ്ലിക് അസിസ്റ്റൻസിലെ അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പെർമനന്റ് സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നതും നെറ്റിന്റെ ക്വാളിഫിക്കേഷൻ പ്രകാരമാണ്. പവർ ഗ്രിഡ് എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അതായത് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ തന്നെയുള്ള പബ്ലിക് അസിസ്റ്റൻസ് ആണ്, പബ്ലിക് ഇൻഡസ്ട്രിയാണ്, സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലുള്ള ഇൻഡസ്ട്രിയാണ് പവർ ഗ്രിഡ് എന്ന് പറയുന്നത്. ആ പവർ ഗ്രിഡില് ലാസ്റ്റ് ആയിട്ടൊരു വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു. വേക്കൻസി മീൻസ് സോഷ്യൽ വർക്കേഴ്സിന് ഒരു 25 വേക്കൻസി ആണ് അവിടെ ഉള്ളത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറയുന്നത് 25 വേക്കൻസി ആണ്. അതിൽ 1.5 lakh ആണ് സാലറി പറയുന്നത്. അതിനകത്ത് അവരുടെ ക്വാളിഫിക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് സ്കോർ ആണ്. അതായത് വേറെ ഒന്നും അവർ ചോദിക്കുന്നില്ല, നെറ്റ് സ്കോർ ബേസ് ചെയ്തിട്ടാണ് അവരവിടെ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. അതെങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരാളെ അതിലോട്ട് അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ പവർ ഗ്രിഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും മസ്റ്റ് ആയിട്ടും ഈ റീസെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന ഡിസംബർ സെഷനുള്ള നെറ്റ് എക്സാം അവർ മസ്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം അതിന്റെ സ്കോർ ബേസ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ഒരു എക്സാം നടക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ചോദിക്കാം എന്താണ് നെറ്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്താണ്. അപ്പൊ അതിന് നമുക്കൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നെറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ ഇതേപോലെ ഒരു സെൻട്രൽ ഗവൺമെന്റ് പവർ ഗ്രിഡ് അല്ലെങ്കിൽ മിൽമ ഇതേപോലുള്ള വലിയൊരു ഇൻഡസ്ട്രി ഒരു വേക്കൻസി നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ നടത്താൻ പോകുന്നു വിചാരിക്കും. അവരൊരു 1.5 lakh rupees സാലറി പെർ മന്ത് ഉള്ള ഒരു 1.5 ലക്ഷം രൂപ സാലറി ഉള്ള ഒരു ജോബ് വിളിച്ചേക്കാണ്. അന്ന് അവിടെ വിളിച്ചിട്ടുള്ളത് പബ്ലിക് റിലേഷൻഷിപ്പ് ഓഫീസർ, HR, റിക്രൂട്ട്മെന്റ്, ഇത്രയും ഓഫീസറൊക്കെ ഈ വേക്കൻസിക്കായിരുന്നു വന്നിരുന്നത്.
അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MSW ആണ്. പക്ഷെ MSW വിത്ത് നെറ്റ് എന്തിന് ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആലോചിച്ച് നോക്കിയേ, ഈ രാജ്യത്ത് എത്ര MSW ഗ്രാജുവേറ്റ്സ് ഉണ്ടാവും? ബേസിക് MSW മാത്രമാണ് അവരുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വിളിക്കുന്നത്. അപ്പൊ അവർ ഇതേപോലെ ഒരു ഇന്റർവ്യൂ വെച്ചിട്ട് അല്ലെങ്കിൽ അവർ പോസ്റ്റ് വിളിക്കുമ്പോഴത്തേക്കും എത്ര പേര് അതിനകത്ത് അപ്ലൈ ചെയ്യും? ചിലപ്പോൾ 1 ലക്ഷം രൂപയുടെ സാലറി ആണെങ്കിൽ 10-25,000 പേര് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 30,000 പേരെങ്കിലും അപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഈ 30,000 പേർക്ക് എൻട്രൻസ് എക്സാം നടത്തി, അതെല്ലാം ഇന്റർവ്യൂ നടത്തി, അവർക്ക് വേണ്ടി 25 പേരെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് ഉള്ള പരിപാടിയാണ്. ഇച്ചിരി ടാസ്ക് ആണ്. നമുക്ക് തന്നെ അറിയാം, ഇന്റർവ്യൂ പ്രോസസ് ഒക്കെ നടത്തിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ടൈം എടുക്കും. അതിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഒരു ട്രിക്ക് നോക്കിയത്. ട്രിക്ക് മീൻസ് ഇങ്ങനെ ഒരു കാര്യം സ്വീകരിച്ചത്. അവർക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ വേണം, എക്സ്പേർട്ട് നോളജ് ഉള്ള ആളുകളെ വേണം. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് മാക്സിമം ഈ ലാസ്റ്റ് ഡേറ്റ് പ്രകാരം മാക്സിമം നെറ്റ് അപ്ലൈ ചെയ്തത്, ടോട്ടൽ നെറ്റ് അപ്ലൈ ചെയ്തത് 7,000 സംതിങ് ആയിരുന്നു. അതിൽ തന്നെ നെറ്റ് എക്സാം അപ്പിയർ ചെയ്തത് 5,700 ഏതോ ഡിജിറ്റ് അത്ര വരെ. അപ്പൊ 2,000 പേര് അവിടെ തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു എക്സാം എഴുതി. ഈ 5,000 പേരിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6% പേർക്ക് മാത്രമേ അവർ നെറ്റ് കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, 5,000-ന്റെ ഒരു 6% എടുത്തു കഴിഞ്ഞാൽ എത്ര വരുമെന്ന് നമുക്കറിയാം. 5,000-ന്റെ 10% എന്ന് പറയുന്നത് തന്നെ 500 ആണ്. അപ്പോൾ അതിലും 6% എന്ന് പറയുമ്പോൾ അതിലും താഴെയിട്ടേ വരത്തുള്ളൂ. എന്നിരുന്നാലും ഒരു 400 പേര് വന്നു എന്ന് വിചാരിക്കും. അവർക്ക് ഈ 400 പേരിൽ നിന്ന് മാത്രം ഇന്റർവ്യൂ നടത്തി 400 പേരിൽ നിന്ന് മാത്രം അവർക്ക് ആവശ്യമുള്ള 25 പേരെ തിരഞ്ഞെടുത്താൽ മതി. ഇപ്പൊ ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ നമുക്ക് നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 400 പേരുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ആ ജോബ് കിട്ടാനുള്ള സാധ്യത നമുക്കുണ്ട്. ഇതുപോലെ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഇഷ്ടംപോലെ പബ്ലിക് മേഖലയിലൊക്കെ നെറ്റിന്റെ ബേസ് ചെയ്തിട്ട് പുതിയ അപ്പോയിന്റ്മെന്റ് നടക്കുന്നുണ്ട്. റീസെന്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെൻഡാണ്. കാര്യം അവർക്ക് വേണ്ടത് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളതും നോളജ്ഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സബ്ജക്റ്റിൽ നോളജ് ഉള്ള മെമ്പേഴ്സിനല്ല, എംപ്ലോയേഴ്സിനാണ് വേണ്ടത്. പണ്ടത്തെ പോലെ നമ്മൾ ഇന്റർവ്യൂ നടത്തി അത്രയും എടുക്കുന്ന പ്രോസസ് ഒക്കെ കഴിഞ്ഞ് അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. ഇനി ഇതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ മാർക്കൊക്കെ വെച്ചിട്ടാണ് പുതിയ തരത്തിൽ പുതിയ കാലത്തിൽ അപ്പോയിന്റ്മെന്റ് നടത്താനായിട്ട് നോക്കുന്നത് അല്ലെങ്കിൽ പോകുന്നത്. അപ്പൊ നമ്മൾ നെറ്റ് ക്ലിയർ ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതേപോലെ തന്നെ പ്രൊഫഷണൽ ലെവലിൽ നമ്മൾ കോമ്പറ്റേറ്റീവ് ആവേണ്ട ആവശ്യകത വേണം. ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷനിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊരു ഓപ്ഷൻ നമുക്ക് പറയാനായിട്ട് പോകുന്നു. പിന്നെ നിങ്ങൾക്ക് നെറ്റ് ഇനിയിപ്പോ ഷെയർ ചെയ്യണം, നെറ്റിനെ നോക്കാനായിട്ടാണ് സെക്കൻഡ് സിലബസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 യൂണിറ്റ് ആണ് നമുക്ക് കൊടുത്തത്. ഫസ്റ്റ് സിലബസ് ഫസ്റ്റ് പേപ്പർ മാറ്റി വെച്ചിട്ട് സെക്കൻഡ് പേപ്പർ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സെക്കൻഡ് പേപ്പറാണ്. സെക്കൻഡ് പേപ്പറിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് 10 യൂണിറ്റ് ആണ് ഉള്ളത്. നമ്മൾ MSW സമയത്തൊക്കെ പഠിക്കുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിലും സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. മെഡിക്കൽ ആൻഡ് സൈക്കാട്രി, CD, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. പക്ഷെ നെറ്റ് എക്സാമിലോട്ട് വരുമ്പോഴത്തേക്കും യാതൊരു വിധത്തിലുള്ള സ്പെഷ്യലൈസേഷൻ തന്നെ ഒന്നുമില്ല. നമ്മളെല്ലാം തന്നെ അറിഞ്ഞിരിക്കണം, എല്ലാം തന്നെ പഠിച്ചിരിക്കണം. ഇവിടെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷന്റെ അണ്ടർ അല്ലെങ്കിൽ സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷൻ ഇനിഷ്യേറ്റീവിൽ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് നിങ്ങൾക്ക് തരാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 months ക്രാഷ് കോഴ്സ് പോലെയാണ്. ഇനി അടുത്തിപ്പോ നെറ്റ് എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. റിസൾട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ ദിവസം 2 days ബാക്ക് ആണ് ലാസ്റ്റ് ഡിസംബർ സെഷന്റെ നെറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത നെറ്റ് എക്സാം വരാനായിട്ട് പോകുന്നത് പ്ലീസ് ഓക്കെ. സോ ഐ തിങ്ക് നമുക്ക് വേറൊരു കൂടി ജോയിൻ ചെയ്യണം. ഐ തിങ്ക് ഓക്കെ. So last net exam the result has been placed on 2 days back. So coming net exam will be held on coming June. അതായത് ജൂണിലായിരിക്കും അടുത്ത നെറ്റ് എക്സാം വരാനായിട്ട് പോകുന്നത്. So that is our focus area. That's 3 months we have. Now we are in February last. So coming March onwards, we are going to start a crash course for who are the net who wants to crack the coming net exam section. So this section is currently focused on clearly focus on the net aspirants. ഇപ്പൊ നമ്മൾ വരുന്ന ഒരു 3 മാസത്തിനുള്ളിൽ within 3 months what are the possible way we are trying to provide you best coaching for you guys. അതാണ് നമ്മുടെ ഫോക്കസ്ഡ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റീസെന്റ് ആയിട്ട് കറന്റ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കേരള ബേസ് ചെയ്ത് നോക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നെറ്റിന്റെ മേഖലയിൽ ഒരുപാട് ഫോക്കസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് കോച്ചിങ് കൊടുക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ ഉണ്ട്. ഞാൻ പേരെടുത്തൊന്നും തന്നെ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നത്. അപ്പൊ അവരുടെയൊക്കെ തന്നെ അല്ലെങ്കിൽ എന്താ അവരുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരി അവർക്കൊരു ഫിനാൻഷ്യൽ ഗെയിൻ മാത്രമാണുള്ളത്. But when you come to Smart India, this is an NGO, but it's not mainly focusing on financial. നമുക്ക് ഫിനാൻസ് അതൊരു ഫാക്ടർ ആണെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ ഒരു ഫിനാൻസ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഹൈ റേഞ്ച് ആയിട്ടുള്ള ഒരു ഫിനാൻസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ഫീ കൊടുത്തിട്ടോ അല്ല നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സ് പ്ലാൻ ചെയ്യുന്നു. This is
അവർ എയിം ഈസ് ഇറ്റ് ഷുഡ് ബി മസ്റ്റ് അഫോർഡബിൾ ടു എവരി വൺ. അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള ക്ലാസ് ടു പ്രൊവൈഡ് ദി മാക്സിമം ഗുഡ് ക്ലാസ്സസ് ഫോർ അഫോർഡബിൾ റേറ്റ്. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കമ്മിങ് സെഷൻസ് ഇതൊരു ഓറിയന്റേഷൻ സെഷൻ ആയതുകൊണ്ടും I think most of the I thought most of the participants are in Kerala actually. I didn't even know that the outsiders will be joining our meet. So that's why we planned our sessions in Malayalam, but we are planning to provide the English classes in the coming session. The class sessions will be, the language will be followed on English only. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഫുള്ളി ഇംഗ്ലീഷിൽ ഫോക്കസ് ചെയ്യാത്തത്. ഇതൊരു ഓറിയന്റേഷൻ സെഷൻ ആയതുകൊണ്ടും കൂടുതൽ പാർട്ടിസിപ്പൻസ് മലയാളികൾ ആയതുകൊണ്ടും കൂടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു മലയാളത്തിൽ നമ്മുടെ സെഷൻസ് പോയത്. ബട്ട് ദ സെഷൻസ് വിൽ ബി ഹാൻഡിൽഡ് ഓൺ ഇംഗ്ലീഷ് only. ഓക്കെ, സോ അത് ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷന്റെ ക്രാഷ് കോഴ്സ് നമ്മൾ എങ്ങനെയാണ് ഹൗ വി ആർ പ്ലാനിങ് ടു ഓർഗനൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ we are planning to start the class on coming March 2nd week. അതായത് മാർച്ച് 2nd വീക്കോട് കൂടിയിട്ടാണ്, മാർച്ച് 1st വീക്ക് ഓൺവേർഡ്സോട് കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. സോ നമുക്ക് 3 months we have. I think the next exam will be held on June. അപ്പൊ ജൂണിലായിരിക്കും നമ്മുടെ എക്സാം വരാനായിട്ട് പോകുന്നത്. അവരൊരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഒരു മെയ് 1st കൂടി അവര് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യും. അപ്പൊ ആ ഒരു ടൈം ആയിരിക്കും ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 month ടൈം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. ആ ഒരു 1 monthന് ശേഷമായിരിക്കും നമുക്ക് പിന്നീടുള്ള ഹോൾ ടിക്കറ്റും അതുപോലെ തന്നെ എക്സാം ഡേറ്റ് ഒക്കെ വരുന്നത്. അപ്പൊ ഒരു ജൂൺ പകുതിയോടുകൂടി അല്ലെങ്കിൽ ഒരു 2nd week of June I think the next exam will be start. ഒരു 1 month അല്ലെങ്കിൽ ഒരു 3 week എക്സാം ആയിരിക്കും. ഒരു ഡിഫറെന്റ് ടൈപ്സ് സർക്കിളായിട്ടായിരിക്കും എക്സാം നടത്തുന്നത്. മോസ്റ്റ് പ്രോബബ്ലി സോഷ്യൽ വർക്ക് വിൽ ബി കം ഓൺ 2nd or 3rd സൈക്കിൾ. അതായത് ആദ്യത്തെ ഒരു വീക്കിൽ വരില്ല, അതിനുശേഷമുള്ള 2nd വീക്കിലോ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കിലോ ആയിരിക്കും എക്സാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ എന്താ ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഈ 3 മാസത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് എന്നൊരു സെഷനിൽ ടോട്ടൽ 27 സെഷൻസുകളാണ് അല്ലെങ്കിൽ 27 ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ ക്ലാസ്സുകളെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് എക്സ്പേർട്ട് ആയിട്ടുള്ള സ്കോളേഴ്സും എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസും ആയിരിക്കും. 3ഉം 4ഉം തവണയിൽ കൂടുതൽ നെറ്റ് ക്ലിയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നെറ്റ് ക്രാക്ക് ചെയ്തിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും ഈ എക്സാം സെഷൻസ് എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായി നമ്മൾ വീക്ക്ലി 2 ക്ലാസ് വീതമാണ് പ്ലാൻ ചെയ്യുന്നത്. I think most Tuesday and Thursday ഈ വീക്ക്ലി ട്വൈസ് ആയിരിക്കും നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും തന്നെ നമുക്കൊരു 24 സെഷൻസ് ആയിരിക്കണം ഒരു 3 മാസം നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ ഇതല്ലാതെ തന്നെ മാർച്ച്, ഏപ്രിലൊക്കെ തന്നെ ഒരു 1-2 എക്സ്ട്രാ വീക്ക് വരുന്നതോടുകൂടി തന്നെ അതും കൂടി കൗണ്ട് ഡൗൺ ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ 27 ക്ലാസ് ആണ് വരുന്നത്. ഈ 27 സെഷനിൽ നമ്മൾ ഓവറോൾ ആയിട്ടുള്ള സിലബസ് എല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ടാവും. ഈ സിലബസ് പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് MSW ഒക്കെ ആയിക്കോട്ടെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഹാർഡ് വർക്ക് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. But instead of that hard work during this competitive exam, we must have to use smart work. ഇവിടെ നമ്മൾ ഹാർഡ് വർക്ക് അല്ല യൂസ് ചെയ്യേണ്ടത്, പകരം സ്മാർട്ട് വർക്ക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരു 10 വർഷത്തിൽ കൂടുതലുള്ള PYQ എല്ലാം തന്നെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദാറ്റ് പോയിന്റ് വി ക്യാൻ സ്കോർ മാക്സിമം മാർക്ക്. ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഫസ്റ്റ് പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം അത് വാസ്റ്റ് ആണ്. അത് ഏത് മേഖലയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ദേ ക്യാൻ ആസ്ക്. വി ഡിഡ്ന്റ് എക്സ്പെക്ട് അല്ലെങ്കിൽ വി കാൻ പ്രെഡിക്ട് ദി ക്വസ്റ്റ്യൻസ് ബിക്കോസ് എവരും ഇപ്പൊ മാത്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ ക്ലൈമറ്റ് ആയിക്കോട്ടെ ഏത് രീതിയിൽ നിന്ന് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. ബട്ട് ദേ കം ടു സെക്കൻഡ് പേപ്പർ. ഈ സിലബസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ പേപ്പറാണ്. ഇതിൽ പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ കോണ്ടംപററി സോഷ്യൽ വർക്ക് പ്രാക്ടീസ്, കോണ്ടംപററി ഇഷ്യൂസ് എന്ന് പറയുന്ന റീസെന്റ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ സിലബസിൽ കവർ അല്ല. അപ്പൊ നമ്മുടെ സിലബസിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് സോഷ്യൽ വർക്ക് എന്നാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക് 10th യൂണിറ്റ് എന്ന് പറയുന്നത് ഏരിയാസ് ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ആണ്. അപ്പൊ ഈ ഒരു മേഖല ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ അല്ലെങ്കിൽ 1ാമത്തെ യൂണിറ്റ് മുതൽ 10ാമത്തെ യൂണിറ്റ് വരെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ when we scrutinize that നമുക്കറിയാം ഈ സെഷനിൽ നിന്ന് ഏതൊക്കെ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അവർക്ക് പുറത്തുനിന്ന് അല്ലെങ്കിൽ വൈഡായിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ ചോദിക്കാനായിട്ട് പറ്റില്ല. ഒരു ലാസ്റ്റ് 10 years ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ടീം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷണലൈസ്ഡ് മെത്തേഡ് എന്നായിരുന്നു. ഓപ്ഷണലൈസ്ഡ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ സിബിൻ ആന്റണി സാർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നേക്കുവാണ്. ആ ക്വസ്റ്റ്യനിൽ എന്തായാലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 4 ഓപ്ഷൻസ് കാണും. ഈ 4 ഓപ്ഷൻസിൽ എന്തായാലും ഒരു റൈറ്റ് ആൻസറേ കാണത്തുള്ളൂ, ബാക്കി 3 റോങ് ആൻസർ ആയി. പക്ഷെ ഈ റോങ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻസിന് എന്തായാലും ഒരു റൈറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും.
ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഫോർ എൻ എക്സാമ്പിൾ, we are seeing a questions, who is the founder of CBT? CBT means cognitive behavior therapy. അപ്പൊ നമുക്കറിയാം cognitive behavior therapyയുടെ പ്രൊപ്പോണന്റ് എന്ന് പറയുന്നത് ആരോൺ ബെക്ക് ആണ്. അപ്പൊ ആരോൺ ബെക്കിനെ കൂടാണ്ട് തന്നെ 3 ഓപ്ഷൻസ് അവിടെ തരാം. കാൾ റോജേഴ്സ്, സിഗ്മണ്ട് ഫ്രോയിഡ്, ആൽബർട്ട് എല്ലിസ്. ഇങ്ങനെ 3 ഓപ്ഷൻസ് തന്നിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ടുള്ള PYQ അനലൈസ് ചെയ്യുമ്പോൾ റൈറ്റ് ആൻസർ ആയിട്ടുള്ള കാറൽ റോജേഴ്സിനെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ബാക്കി 3 പ്രൊപ്പോണന്റിനെ അവർ തന്നിട്ടുണ്ട്. അപ്പൊ അവർ ഏത് തിയറി ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് നോക്കുക. ഇപ്പൊ നമ്മുടെ ആൽബർട്ട് എലിസ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം, ഓക്കെ, റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് അവിടെ കിട്ടുകയാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഓക്കെ, സൈക്കോ അനലിറ്റിക്കൽ തിയറി. കാറൽ റോജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ക്ലയന്റ് സെന്റർഡ് തെറാപ്പി. അങ്ങനെ 4 ഓപ്ഷൻസ് നമ്മൾ റെഫർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് 4 തിയറിയും ആ തിയറിയുടെ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കുകയാണ്. അത് പഠിച്ചാൽ തന്നെ തിയററ്റിക്കൽ കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കവർ ചെയ്യും. അങ്ങനെ ഒരു 10 വർഷത്തെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു കവറേജ് നമ്മൾ ചെയ്താൽ തന്നെ ആ ഓപ്ഷൻസ് എല്ലാം എടുത്ത് നമ്മൾ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിയററ്റിക്കൽ മേഖലയിലുള്ള ക്വസ്റ്റ്യൻസും ആ ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ സ്കോർ ചെയ്യും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല രീതിയിൽ വളരെ റിഫ്ലക്റ്റീവ് ആകുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഞങ്ങൾ ജസ്റ്റ് ഒരു സിസ്റ്റമാറ്റിക് നിയമമൊന്നുമല്ല, ഞങ്ങൾ ഇതിനെ വിളിക്കുന്ന പേര് ഓപ്ഷണലൈസിങ് മെത്തേഡ് എന്നാണ്. അതായത് ഓപ്ഷൻ എടുത്ത് പഠിക്കുന്ന ഒരു മെത്തേഡ്, ഓപ്ഷണലൈസിങ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയും. അങ്ങനെ പിന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻസ് അമെന്റ്മെന്റ്സ്, അതുപോലെ തന്നെ തിയറി, അതിന്റെ പ്രൊപ്പോണൻസ്, ഒരുപാട് ബുക്സ്, ഇതൊക്കെ തന്നെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യും. അങ്ങനെ വളരെ സ്മാർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മാർട്ട് നോട്ട്സ് ആണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും നേരത്തെ പറയുന്ന പോലെ ഒരു ഫിനാൻഷ്യൽ ഗെയിൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മൾ ഈ ഒരു പ്രോസസ് കൊടുക്കുന്നത്. ടു പ്രൊഡ്യൂസ് സം നെറ്റ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ഫ്രം സ്മാർട്ട് ഇന്ത്യ. അതാണ് നമ്മുടെ എക്സ്പെർട്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മളോട് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോ നമ്മുടെ ഇൻ കേസ് എക്സ്റ്റൻഷൻ ഉണ്ടോ? കാര്യം ഒരുപാട് നിങ്ങളിപ്പോ റീസെന്റ് ആയിട്ടുള്ള ആഡ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ ആഡ് എടുത്തു കഴിഞ്ഞാൽ കാണാം, ഇതൊരു നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈം കോച്ചിങ് ആണ് അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം പ്രോമിസ് ആണ്. ഈ സെഷനിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സെഷനിൽ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ നമ്മളിവിടെ നിൽക്കുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് ഒരു സെഷൻ, നാളെ എന്നൊരു വാക്കിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. കറണ്ട് സെഷൻ മാത്രം. അതായത് ഈ ഒരു സെഷനിൽ നമ്മുടെ എല്ലാ സ്റ്റുഡൻസും, നമ്മുടെ കോച്ചിങ് എടുക്കുന്ന ആരൊക്കെ ആയിക്കോട്ടെ, എല്ലാ സ്റ്റുഡൻസിനും നെറ്റ് കിട്ടി പോകുക, GRF കിട്ടി പോവുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നാളെ എന്നൊരു സ്കോപ്പ് നമ്മളിവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല. മാക്സിമം റിസൾട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം എഫേർട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു കവറിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മൾ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ഈ 27 സെഷൻസ് കൂടാണ്ട് തന്നെ എല്ലാ മാസവും നമ്മൾ ഓരോ മോക്ക് ടെസ്റ്റ് വരും. അത് UGC നെറ്റിന്റെ സെയിം ഗൈഡ് ലൈൻസ് പ്രകാരം ഓൺലൈൻ ആയിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫില്ലപ്പ് ചെയ്യാം. അതോടൊപ്പം തന്നെ PYQ ഡിസ്കഷൻ കൂടാണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു ബിയോണ്ട് പ്രോമിസ് ഓപ്ഷൻ എന്നതുപോലെ തന്നെ വി ആർ പ്ലാൻ ടു പ്രൊവൈഡ് ദി ഫസ്റ്റ് പേപ്പർ കോച്ചിങ് ഓൾസോ. അത് മാസത്തിൽ I think 3 അത് നമ്മുടെ ടീംസ് നിങ്ങളോട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതും പുറത്തുനിന്ന് ഫാക്കൽറ്റി ഒന്ന് ഫസ്റ്റ് പേപ്പറിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റിയുടെ സർവീസ് ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. But anyway, we are primarily focused on our second paper only. Social work paper only we are primarily focused on. But along with that, we are trying to provide your first paper coaching also. അത് ഓപ്ഷണലൈസ്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു ബിയോണ്ട് പ്രോമിസ് എന്ന രീതിയിലാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു സെഷനിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇത്